യുവതിക്ക് നല്ല പരിക്കുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ICUവിലാണ് നിലവിൽ യുവതിയുള്ളത്. 29കാരിയാണ്. കഴിഞ്ഞ 3 മാസമായി മുക്കത്തെ ഈ ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ രാത്രി 11:00 സമയത്ത് താമസ സ്ഥലത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൊബൈലിൽ. ഈ സമയത്താണ് 3 പേർ അതിക്രമിച്ച് വരികയും യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പ്രാണരക്ഷാർത്ഥം യുവതി ഓടി മറയുകയും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുകയുമായിരുന്നു. ഈ പ്രതികൾ തന്നെ മുക്കത്തെ KMCT ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മുക്കം പോലീസ് എത്തി യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രതികൾക്കെതിരെ വിശദമായ രീതിയിലുള്ള വിശദാംശങ്ങൾ പെൺകുട്ടി നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുക്കം പോലീസ് കേസെടുത്ത് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞ് ഇന്നലെ ആയിരുന്നു, കോഴിക്കോടാണ് നടന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ എന്തുമാത്രം നമുക്ക് ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓരോ ദിവസം ഓരോ ന്യൂസാണ് കേൾക്കുന്നത്. ആ ഒരു പാവം പെൺകുട്ടി അവിടെ ജോലി എടുക്കാൻ വന്നതാണ്. ആ ലോഡ്ജിൽ ജോലി എടുക്കാൻ വന്ന അതിൻ്റെ ഉടമസ്ഥനും അവിടെയുള്ള വേറെ 2 വർക്കേഴ്സും കൂടെ ചേർന്നാണ് ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വഴിയാണ് താഴേക്ക് ചാടുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറി എല്ലാം കാര്യമുണ്ട്. അവർ തന്നെയാണ് എടുത്തുകൊണ്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്. പക്ഷേ ഇവന്മാർ ഇത്രമാത്രം ഒരു ക്രൂരത ആ ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ തുനിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ രാത്രി നമുക്ക് വിശ്വസിച്ച് ആരുടെ കൂടെ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു വാർത്ത പറഞ്ഞപ്പോൾ പോലും ആ ഒരു ലോഡ് ചെയ്താണെന്നോ അതുപോലെ ആൾക്കാരെന്താണ് ഇതൊന്നും പേരുകളൊന്നും പരാമർശിക്കാതെ ജസ്റ്റ് വാർത്ത പറഞ്ഞ കണക്കങ്ങ് പോയതേ ഉള്ളൂ. പേരുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാമായിരുന്നു. ഇങ്ങനെയുള്ളവന്മാരെ കൊള്ളടമാണെന്ന് സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം അതൊന്നും വാർത്തക്കാരൊന്നും പറയത്തില്ല. ജസ്റ്റ് കാര്യവും പറഞ്ഞങ്ങ് പോയി. ഈ കേസ് ഇനി എന്താവുമെന്ന് ബാക്കി കണ്ടറിയാം. ഇത് ഓരോ ദിവസം ഇങ്ങനത്തെ ഉള്ള കേസുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോ ദിവസത്തെ വാർത്ത എടുക്കുമ്പോഴത്തേക്കും ഓരോ ന്യൂസാണ്. ഓരോ ദിവസവും ഓരോ എന്താ പറയുക നമ്മളെ തന്നെ പേടിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകളെല്ലാം അതല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല ഈ കാലത്ത്. മാക്സിമം നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. അത് എവിടെ വർക്ക് ചെയ്യുന്നിടത്തായാലും എവിടെ ആണെങ്കിലും ശരി, അത് വീട്ടിലായാലും ശരി, നിങ്ങളെയൊക്കെ തന്നെ നോക്കേണ്ട ഒരവസ്ഥയാണിത്.